ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട്, പുറപ്പാട്, പുറപ്പാട്. ഷാലോം ടി വിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 112 സങ്കീർത്തനം 2-3 തിരുവചന ഭാഗങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു: സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും, അവരുടെ ഭവനം സമ്പൽ സമൃദ്ധി അണിയും. സത്യസന്ധരുടെ വ്യക്തിജീവിതത്തിൽ മാത്രമല്ല, അവരുടെ സന്തതി പരമ്പരകളുടെ മേലും അനുഗ്രഹം കടന്നു വരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ആരാണ് ഈ സത്യസന്ധരുടെ തലമുറ? പ്രിയമുള്ളവരെ, ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധം സ്ഥാപിച്ചവരെയാണ് സത്യസന്ധർ എന്ന് സുവിശേഷം വിളിക്കുന്നത്. ദൈവവുമായി നീ ഒരു ഉടമ്പടി ബന്ധം സ്ഥാപിച്ച വ്യക്തിയാണെങ്കിൽ നിൻ്റെ തലമുറ, നിൻ്റെ സന്തതി പരമ്പര അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുമെന്ന് തിരുവചനം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം പരിശോധിക്കുകയാണെങ്കിൽ സത്യസന്ധരുടെ അനുഗ്രഹത്തിൻ്റെ ഒരു തലമുറയെ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കും. അനുഗ്രഹത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട അബ്രഹാം മുതൽ അവൻ്റെ പുത്രനായ ഇസഹാക്കും യാക്കോബും പൂർവിക ജോസഫും അടക്കം സകലരും അനുഗ്രഹത്തിൻ്റെ തലമുറയായി തീർന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാം, നീ ഒരു അനുഗ്രഹമാണ്. അബ്രഹാം ഒരു അനുഗ്രഹമായതിനാൽ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നവരും അനുഗ്രഹമായി തീർന്നു. അവൻ്റെ പുത്രനായ ഇസഹാക്ക് അവൻ്റെ ജീവിത കാലയളവിൽ തന്നെ പ്രതികൂലങ്ങളിൽ അനുഗ്രഹം അനുഭവിച്ച തലമുറയായി. ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു: അബ്രഹാമിൻ്റെ മരണശേഷം പുത്രനായ ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ്റെ പുത്രനായ യാക്കോബ് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ദൈവദൂതനുമായി മല്ലടിച്ച് അനുഗ്രഹം സ്വന്തമാക്കി. യാക്കോബിൻ്റെ പുത്രനായ ജോസഫ് പൊട്ടക്കിണറിലൂടെ, പൊത്തിഫറിൻ്റെ ഭവനത്തിലൂടെ, കാരാഗ്രഹത്തിലൂടെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു. അനുഗ്രഹത്തിൻ്റെ ഒരു തലമുറ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, അബ്രഹാമിലൂടെ സ്വന്തമാക്കപ്പെട്ട ഈ അനുഗ്രഹം നമ്മിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവവചനം നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമായ ഒരു സമർപ്പണം ചെയ്യുന്ന ഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ അധ്യായമാണ്. അവിടെ വലിയൊരു യുദ്ധം നടക്കുന്നുണ്ട്. 14-ാം അധ്യായം ഇപ്രകാരം അതിനെ പറയുന്നു: 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് ഏറ്റുമുട്ടി. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുമായി നടത്തിയ ആ യുദ്ധത്തിൽ 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി 4 രാജാക്കന്മാർ വിജയം വരിച്ച് അവരുടെ വസ്തുവകകളും ജനങ്ങളെയും കൊള്ളയടിച്ച് അവർ അവരുടെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് കൊള്ളയടിക്കപ്പെട്ട ആ രാജാക്കന്മാരുടെ കൂടെ ആയതിനാൽ അബ്രഹാം ആ രാജാക്കന്മാരെ പിന്തുടർന്ന് ലോത്തിനെയും ഭവനത്തെയും സംരക്ഷിക്കുന്നുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു: അബ്രഹാം തൻ്റെ ഭവനത്തിൽ ജനിച്ചു വളർന്നവരും പയറ്റിത്തെളിഞ്ഞവരുമായ 318ഓളം
പടയാളികളോടുകൂടി രാജാക്കന്മാരെ പിന്തുടർന്നു. അബ്രഹാം 4 കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, അബ്രഹാം ദൈവരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. അവൻ പയറ്റിത്തെളിഞ്ഞവരും തൻ്റെ ഭവനത്തിൽ ജനിച്ചു വളർന്നവരുമായ 318 പേരോടുകൂടി 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി കടന്നുപോകുന്ന 4 രാജാക്കന്മാരെ നേരിടുകയാണ്. ദൈവത്തിൻ്റെ സഹായത്താൽ, ദൈവത്തിൻ്റെ കരബലത്താൽ 4 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി നഷ്ടപ്പെട്ട കൊള്ളമുതലുകൾ വീണ്ടെടുത്ത് തിരിച്ചു വരുന്ന അബ്രഹാം. തിരിച്ചു വരുന്ന അബ്രഹാമിനെ സോദോം രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേത്ത് താഴ്വരയിൽ സ്വീകരിക്കാനായി എത്തുന്നു. അതോടൊപ്പം തന്നെ ശാലോം രാജാവായ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞുമായി അബ്രഹാമിനെ സ്വീകരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അബ്രഹാം 4 കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യുന്നു. ഒന്ന്, അവൻ ദൈവരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. രണ്ടാമതായി, അവനെ സ്വീകരിക്കാനെത്തിയ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മെൽക്കിസദേക്കിൻ്റെ മുമ്പിൽ അവൻ തലകുനിച്ച് ആശീർവാദം സ്വീകരിച്ചു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മെൽക്കിസദേക്ക് ശാലോമിലെ രാജാവുമായ മെൽക്കിസദേക്ക് അബ്രഹാമിനെ ആശീർവദിക്കുന്നതായിട്ട് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനം തുടർന്ന് പറയുന്നു, അബ്രഹാം നേടിയ വസ്തുവകകളിൻ്റെ എല്ലാം ദശാംശം മെൽക്കിസദേക്കിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചു. അബ്രഹാം 3-ാമത്തെ കാര്യം ചെയ്യുകയാണ്. അവൻ എല്ലാ വസ്തുവകകളുടെയും ദശാംശം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. കർത്താവ് തന്നെ വിജയത്തിലേക്ക് നയിച്ചു എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള അബ്രഹാം മെൽക്കിസദേക്കിൽ നിന്നും അത് സ്വീകരിച്ച്, ആ പ്രവചനം സ്വീകരിച്ച് സകലതിൻ്റെയും ദശാംശം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. സോദോം രാജാവ് അബ്രഹാമിനെ വസ്തുവകളോട് സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ എനിക്ക് വിട്ടുതരിക, ബാക്കിയുള്ള സമ്പത്ത് സകലതും നീ കൈവശം വെച്ചുകൊള്ളുക. ജനങ്ങളെ മാത്രമേ രാജാവ് ആവശ്യപ്പെടുന്നുള്ളൂ. രാജാവ് പറഞ്ഞു, അബ്രഹാം നേടിയെടുത്ത കൊള്ളമുതലും സമ്പത്തും സകലതും അബ്രഹാമിൻ്റെ അവകാശമാണ്. രാജാവ് പറയുന്ന കാര്യങ്ങൾ നിയമമായതിനാൽ അബ്രഹാമിനത് നിയമാനുസൃതമായി കിട്ടിയ സമ്പത്താണ്. ദൈവസന്നിധിയിൽ നിന്നും അബ്രഹാം നിയമാനുസൃതമായി കിട്ടിയ ആ സമ്പത്ത് രാജാവിൻ്റെയും പുരോഹിതൻ്റെയും മധ്യേ വെച്ച് തന്നെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ഒരു മനോബലം അബ്രഹാം സ്വീകരിച്ചു. ദൈവസന്നിധിയിൽ അബ്രഹാം പറയുന്ന, വ്യക്തമായി ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടേതായ ഒരു ചരടോ ഒരു ചെരുപ്പിൻ്റെ വാറോ എനിക്ക് ആവശ്യമില്ല, ഞാനത് സ്വീകരിക്കുകയില്ല. കാരണം അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നാളെ ഒരിക്കലും നിങ്ങൾ പറയാൻ ഇടവരരുത്. അബ്രഹാം പറയുകയാണ്, അബ്രഹാമിനെ സമ്പന്നനാക്കാൻ കഴിവുള്ളവൻ ദൈവം മാത്രമാണ്. ദൈവത്തിൽ നിന്നും ലഭിച്ച സമ്പത്തിനെ മാത്രം സ്വീകരിക്കുന്ന അബ്രഹാമിൻ്റെ മനോഭാവം. പ്രിയമുള്ളവരെ, ഭൗതിക സമ്പത്തിൻ്റെ മേൽ ഒരു വിടുതൽ പ്രാപിച്ച പ്രവാചകനെയാണ് നാം ഇവിടെ കണ്ടുമുട്ടുന്നത്. സമ്പത്തിനോടുള്ള എല്ലാ മേഖലയിലുള്ള സമൃദ്ധിയിൽ നിൽക്കുന്ന അബ്രഹാം ഒരു വിടുതൽ പ്രാപിക്കുക തന്നെ ചെയ്തു. സ്വന്തം ഭവനത്തിൽ 318 വേലക്കാരെ വെക്കാൻ തക്കവിധമുള്ള ഒരു സമൃദ്ധി അബ്രഹാം അനുഭവിച്ചിരുന്നു. അതുമൂലം തന്നെ ദൈവം തൻ്റെ ഭാവിയിലും തൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായവനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം ദൈവരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. അബ്രഹാം അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ്റെ മുമ്പിൽ ആശീർവാദത്തിനായി തലകുനിച്ചു. അബ്രഹാം സമ്പത്തിൻ്റെ 10-1 ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചു. അബ്രഹാം ഭൗതികമായിട്ടുള്ള സമ്പന്നതയോട് ഒരു വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവസന്നിധിയിൽ നമുക്കായിട്ട് കാണിച്ചു തരുന്ന ചില പാഠങ്ങളുണ്ട്. അബ്രഹാം സോദോം രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം പറഞ്ഞു, നിങ്ങളുടേതായിട്ടുള്ള ഒരു ചരടോ
ഒരു ചെരുപ്പിൻ്റെ വാറോ ഞാൻ സ്വീകരിക്കുകയില്ല. എന്നാൽ എൻ്റെ കൂടെ വരുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് അത് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അബ്രഹാമിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ആനോറും എഷ്കോലും മാമ്രേയും അവരുടെ വിഹിതം സ്വീകരിക്കാനായിട്ട് അബ്രഹാം അനുമതി കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആനോറും എഷ്കോലും മാമ്രേയും അവർക്കത് സ്വീകരിക്കാനുള്ള ഒരു അനുവാദം അബ്രഹാം കൊടുക്കുകയാണ്. എന്നാൽ അബ്രഹാം അത് വേണ്ടെന്ന് വെക്കുന്നു. ആനോറും എഷ്കോലും മാമ്രേയും ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ആ സമ്പത്തിൻ്റെ വിഹിതം അവർ സ്വീകരിച്ചത് കൊണ്ട് അവർ സ്വർഗ പ്രവേശനത്തിന് യോഗ്യരുമാണ്. എന്നാൽ ആനോറും എഷ്കോലും മാമ്രയും സ്വീകരിച്ച അഭിഷേകമല്ല അബ്രഹാം സ്വീകരിച്ചിട്ടുള്ളത്. അബ്രഹാമിൻ്റെ പാത പിന്തുടരുന്നവരും സ്വീകരിക്കുവാനും അഭിഷേകം പ്രാപിക്കുവാനും ഇരിക്കുന്നത് ആനോറും എഷ്കോലും മാമ്രയും സ്വീകരിച്ച അഭിഷേകമല്ല. നമ്മുടെ ജീവിത കാലയളവിൽ നിയമം നമുക്ക് അനുവദിച്ചു തരുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ ദൈവസമക്ഷം ഉപേക്ഷിക്കുന്ന പക്ഷം അബ്രഹാമിൻ്റെ അഭിഷേകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു തരികയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നത് പോലും സ്വർഗീയ അഭിഷേകത്തിന് ചേർന്നതായിരിക്കണമെന്നില്ല. ഗൾഫ് രാജ്യങ്ങളിൽ, നമ്മുടെ കേരള ഭൂമിയിൽ, നമ്മുടെ ദേശങ്ങളിലുള്ളതുപോലെ വെള്ളിയാഴ്ച ദിവസം മാംസവർജനം സഭയുടെ ആനുകൂല്യ നിമിത്തം ബുധനാഴ്ച ദിവസത്തേക്ക് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം മാംസം ഭക്ഷിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ സ്വീകാര്യമാണ്. എന്നാൽ നിയമം അനുവദിക്കുന്ന ഈ ആനുകൂല്യത്തെ വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു ശുശ്രൂഷകൻ, ഒരു വിശ്വാസി സ്വീകരിക്കുന്നത് അബ്രഹാമിൻ്റെ അഭിഷേകമാണ്. അബ്രഹാമിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്ന വ്യക്തി ആനോറും എഷ്കോലും മാമ്രയും സ്വീകരിച്ചതും ചെന്നെത്തിയതുമായ സ്വർഗത്തിലല്ല ചെന്നെത്തുക. പ്രിയമുള്ളവരെ, നമുക്കറിയാം അബ്രഹാമിൻ്റെ പേരിൽ ഒരു സ്വർഗം തന്നെ ദൈവം അനുവദിച്ചു. ആനോറും എഷ്കോലും മാമ്രയും സ്വർഗപ്രവേശനത്തിൽ തയ്യാറായിരുന്നു, യോഗ്യരായിരുന്നു. എന്നാൽ അവർ ചെന്നെത്തിയ സ്വർഗം അബ്രഹാമിൻ്റെ പേരിലുള്ള സ്വർഗത്തിലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, അബ്രഹാമിൻ്റെ അഭിഷേകങ്ങൾ നീ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിയമം നിനക്ക് അനുവദിച്ചു തരുന്ന ആനുകൂല്യങ്ങൾ കൂടി വേണ്ടെന്ന് വയ്ക്കുവാനുള്ള ഒരു സമർപ്പണ മനോഭാവം നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് പറ്റണം. അബ്രഹാം 4 സമർപ്പണങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്തു. അവൻ 4 സമർപ്പണങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്തപ്പോൾ ദൈവം അവന് 4 അനുഗ്രഹങ്ങൾ കൊടുത്തു. ദൈവം അവൻ്റെ മേൽ 4 അനുഗ്രഹങ്ങൾ ചൊരിയുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയായിരിക്കും. ദൈവം അബ്രഹാമിന് ആദ്യത്തെ അനുഗ്രഹം കൊടുക്കുകയാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് പരിചയായിരിക്കും. ശത്രുവിൻ്റെ സകല ആയുധങ്ങളെയും പ്രതിരോധിക്കുന്ന പരിചയായി ദൈവം നിൻ്റെ മധ്യേ നിലകൊള്ളുവാനായി നിൻ്റെ സമർപ്പണങ്ങളെ ദൈവം മുഖവിലക്കെടുക്കുകയാണ്. അബ്രഹാമിൻ്റെ സമർപ്പണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ദൈവം കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് അബ്രഹാമിന് പരിചയായി നിലകൊള്ളുന്ന ദൈവം. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മഹാമല്ലനായ ഗോലിയാത്തിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം കോമളബാലനായി നിൽക്കുന്ന ദാവീദിൻ്റെ സമീപത്തേക്ക് ഗത്തുകാരനായ മല്ലനായ ഗോലിയാത്ത് കടന്നു വരുന്നുണ്ട്. അവൻ്റെ വേഷഭൂഷാദികളെക്കുറിച്ച്, അംഗവടിവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു, ഗോലിയാത്ത്, മഹാമല്ലനായ ഗോലിയാത്ത് ഫിലിസ്ത്യ പാളയങ്ങളിൽ നിന്ന് കടന്നു വന്നു. അവന് 6 മുഴവും 1 ചാണും ഉയരമുണ്ടായിരുന്നു. അവനൊരു പിച്ചള തൊപ്പി ധരിച്ചിരുന്നു. 5000 ഷെക്കൽ തൂക്കമുള്ള ഒരു പിച്ചള കവചം അവൻ ധരിച്ചിട്ടുണ്ടായിരുന്നു. അവനൊരു പിച്ചള കാൽച്ചട്ട ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള ഒരു കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തു.
ആ കുന്തത്തിൻ്റെ ഉരുളിന്, ആ കുന്തത്തിൻ്റെ തണ്ടിന് നെയ്ത്തുകാരൻ്റെ ഉരുളിൻ്റെ ഖനമുണ്ടായിരുന്നു. ആ കുന്തത്തിൻ്റെ ഇരുമ്പ് മുനയ്ക്ക് 600 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. വചനം തുടർന്ന് പറയുന്നു, 17-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ വചനം പറയുകയാണ്, പരിച വഹിച്ചിരുന്നവൻ അവന് മുമ്പേ നടന്നിരുന്നു. മഹാമല്ലനായ ഗോലിയാത്ത് ഫിലിസ്ത്യ പാളയങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ അവൻ്റെ പരിച അവൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പരിച വഹിച്ചിരുന്നവൻ അവൻ്റെ മുമ്പേയാണ് നടന്നിരുന്നത്. ശത്രുവിൻ്റെ ആയുധങ്ങളെ പ്രതിരോധിക്കുന്ന പരിച കയ്യിൽ സൂക്ഷിക്കാൻ വിട്ടുപോയതാണ് ഗോലിയാത്തിൻ്റെ പരാജയം. ഇതാ അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിനക്ക് പരിചയായിരിക്കും. നിന്നെ എതിർക്കാൻ വരുന്ന സകല ശത്രുക്കളുടെയും മുമ്പിൽ ഒരു പ്രതിരോധമായി, കോട്ടയായി ദൈവം നിലകൊള്ളുമെന്ന് വചനം നമുക്ക് വാഗ്ദാനം തരുന്നു. കർത്താവ് അബ്രഹാമിനോട് വീണ്ടും പറഞ്ഞു, ഞാൻ നിനക്ക് തരുന്നത് വലിയ പ്രതിഫലമായിരിക്കും. അവൻ്റെ സമർപ്പണങ്ങളിൽ, സ്വീകാര്യമായ സമർപ്പണങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് അബ്രഹാമിനെ ദൈവം മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് വലിയ പ്രതിഫലം തരും. എന്നാൽ സ്വജീവിതത്തിൽ നിരാശിതനായിരുന്ന അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, മക്കളില്ലാത്ത, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്തു പ്രതിഫലം? എൻ്റെ ഭവനത്തിന് അവകാശിയായി ഒരു മകൻ എനിക്കില്ല. ദമാസ്കസുകാരനായ എലയാസറാണ് എൻ്റെ ഭവനത്തിൻ്റെ അവകാശി. നിരാശയിൽ നിന്നുകൊണ്ട് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അവൻ്റെ കഴിഞ്ഞ കാലങ്ങളെ വിലയിരുത്തി അവൻ്റെ വാർദ്ധക്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എൻ്റെ ഭവനത്തിൻ്റെ അവകാശിയെ അന്യരിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, അബ്രഹാം, നിൻ്റെ ഭവനത്തിൻ്റെ അവകാശി അവനായിരിക്കുകയില്ല, നിന്നിൽ നിന്ന് പിറക്കുന്ന നിൻ്റെ മകൻ തന്നെയായിരിക്കും. നിരാശയിൽ നിന്ന് പിറക്കുന്ന ഒരു വാക്കുകളെയും ദൈവം വിലക്കെടുക്കുന്നില്ല. നീ നിരാശയോടെ നിൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, പ്രാർത്ഥനകൾ ദൈവം അത് നിരാകരിച്ചിട്ടുണ്ട്. ദൈവം അത് ഏറ്റെടുത്തിട്ടില്ല. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയ പ്രവാചകനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് 3 പ്രാവശ്യം അഗ്നി ഇറക്കിയവനെന്ന് പ്രഭാഷകൻ്റെ പുസ്തകം ഏലിയ പ്രവാചകനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ ദൈവത്തിൻ്റെ കരം ഉപയോഗിച്ച് അടയ്ക്കുന്നവനും ജനങ്ങളുടെ മധ്യേ ക്ഷാമം വരുത്തിയവനുമാണ്. അവൻ 3 പ്രാവശ്യം സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി. മഹാ അത്ഭുതങ്ങളിൽ ഏലിയായോട് തുലനം ചെയ്യാൻ ആരുമില്ല എന്ന് വചനം പറയുന്നു. എന്നാൽ ജസബൽ രാജ്ഞിയുടെ വെല്ലുവിളിയിൽ നിരാശ കൊണ്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുന്ന ഏലിയ പ്രവാചകൻ, അവിടെ ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ നിരാശനായി മരണം കാത്തു കഴിയുന്ന ഏലിയ ദൈവത്തോട് നിരാശയോടുകൂടി പറഞ്ഞു, ദൈവമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരോളം സമർത്ഥനല്ല, ഞാൻ അവരെക്കാളും ഒട്ടും മെച്ചമല്ല. അതിനാൽ നീ എൻ്റെ ജീവനെ എടുത്തുകൊള്ളുക. മരണം പ്രതീക്ഷിച്ച് മരുഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്ന ഏലിയ. എന്നാൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഏലിയ ഇന്നും മരിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണം ആഗ്രഹിച്ച് ദൈവസന്നിധിയിലേക്ക് നിലവിളിച്ച ഏലിയായെ ദൈവം ഇന്നും മരിക്കാൻ അനുവദിച്ചിട്ടില്ല. നിൻ്റെ ജീവിതത്തിൽ നിരാശയിൽ നിന്നുകൊണ്ട് നീ പറയുന്ന കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കുകയില്ല. നിൻ്റെ നിരാശയിൽ ഭാരപ്പെട്ട് നീ നിൻ്റെ ജീവിതത്തിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, നിലവിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ദൈവം തിരുത്തുകയും അതിനെ അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യും. അബ്രഹാം ഇവിടെ ദൈവസന്നിധിയിൽ നിരാശയോടുകൂടി പറഞ്ഞു, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എൻ്റെ ഭവനത്തിൻ്റെ അവകാശി ദമാസ്കസുകാരനായ എലയാസറാണ്. എൻ്റെ അടിമകളിൽ ഒരുവനെ എൻ്റെ ഭവനത്തിൻ്റെ അവകാശിയായി ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അബ്രഹാമിനെ ദൈവം തിരുത്തി. ദൈവം പറഞ്ഞു, നിൻ്റെ അവകാശി അവനായിരിക്കുകയില്ല. നിൻ്റെ അവകാശി നിന്നിൽ നിന്ന് പിറക്കുന്ന നിൻ്റെ മകൻ തന്നെയായിരിക്കും. അബ്രഹാമിനെ ദൈവം അവൻ്റെ ഭവനത്തിൽ നിന്നും പുറത്തേക്ക് വിളിച്ചിറക്കി.
ദൈവം പറഞ്ഞു, നീ ആകാശത്തിലേക്ക് നോക്കുക, നീ ആകാശത്തിലേക്ക് നോക്കുക. അതുവരെ തൻ്റെ ജഡത്തിലേക്ക്, സ്വജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന അബ്രഹാമിനെ ദൈവം ഉന്നതങ്ങളിലേക്ക് നോക്കാൻ അനുവദിച്ചു. അവിടുന്ന് പറഞ്ഞു, ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ സാധിക്കുമോ? ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതി പരമ്പരകളെയും അതുപോലെ സാധിക്കും. പ്രിയമുള്ളവരെ, തിരിച്ചറിഞ്ഞുകൊള്ളുക, എണ്ണമറ്റ സന്തതി പരമ്പരകളെ ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്യുകയാണ്. 4 സമർപ്പണങ്ങൾക്ക് ഉത്തരമായി 4 അനുഗ്രഹങ്ങൾ ദൈവം അബ്രഹാമിൻ്റെ മുമ്പിൽ വെക്കുന്നു. 1, ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് പരിചയമായിരിക്കും. 2, നിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. 3, അബ്രഹാമിന് സന്തതി പരമ്പരകളെയും തലമുറകളെയും ദൈവം വാഗ്ദാനം ചെയ്തു. വചനം പറയുന്നു, ശൂന്യതയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി മാറി. തുടർന്ന് വരുന്ന വചനഭാഗങ്ങളിൽ അബ്രഹാമിനോട് ദൈവം അവൻ്റെ വിളിയെക്കുറിച്ച് പറയുകയാണ്. അബ്രഹാമിനെ വിജാതിയരുടെ ദേശത്തു നിന്നും ദൈവം വിളിച്ച് ഈ ഭൂമിയിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ആ ദേശം അവന് സ്വന്തമായി നൽകുവാനാണ്. എന്നാൽ ഒരു സംശയത്തിലൂടെ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇത് ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ഒരു ബലിക്ക് തയ്യാറാകുക. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളുക, നിൻ്റെ അവിശ്വാസത്തിൻ്റെ മേഖലകളെ ദൂരീകരിക്കുവാൻ, നിൻ്റെ വിശ്വാസത്തിൻ്റെ കുറവുകളെ ദൂരീകരിക്കുവാനായി ദൈവം ഒരു ബലി ആവശ്യപ്പെടും. നിൻ്റെ ബലികളിലൂടെ നിൻ്റെ വിശ്വാസത്തിൻ്റെ പോരായ്മകളെ എടുത്തു മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവം പറഞ്ഞത് പ്രകാരം അബ്രഹാം ഒരു ബലി തയ്യാറാക്കി. ദൈവം പറഞ്ഞു, 3 വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാടിനെയും 3 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണാടിനെയും 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവിനെയും തയ്യാറാക്കിക്കൊണ്ടുവരിക. ഒരു ഇളം പ്രാവിനെയും ഒരു ചങ്ങാലിയെയും ദൈവസന്നിധിയിൽ ബലിക്കായി കൊണ്ടുവരിക. ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവം പറഞ്ഞത് പ്രകാരം അബ്രഹാം ഒരു ബലിക്ക് തയ്യാറാകുകയാണ്. ബലിവസ്തുക്കൾ ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച് അത് നടുകെ പിളർന്ന് പിണത്തിലേക്ക് സ്വർഗീയ ഇടപെടലുകൾ കടന്നു വരുവാനായിട്ട് അബ്രഹാം കാത്തിരുന്നു. വചനം പറയുന്നു, അന്ധകാരത്തിൽ സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങാനായി കാത്തിരുന്ന അബ്രഹാം അവൻ്റെ പിണം ഭക്ഷിക്കുന്നതിന് വേണ്ടി പറന്നു വന്ന എല്ലാ കഴുകന്മാരെയും അവൻ ജാഗ്രതയോടെ ഓടിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ ബലി നഷ്ടമായി പോകാതിരിക്കുന്നതിന് വേണ്ടി, അവൻ്റെ ബലി ദൈവസന്നിധി സ്വീകാര്യമാകുന്നതിന് വേണ്ടി പിണത്തിലേക്ക് പറന്നെടുക്കുന്ന സകല കഴുകന്മാരെയും അവൻ കണ്ണിമയ്ക്കാതെ നോക്കി നിന്ന് ആട്ടിയോടിച്ചു. എന്നാൽ അന്ധകാരം വ്യാപിച്ചപ്പോൾ അവൻ ഒരു ഗാഢനിദ്രയിലേക്ക് പ്രവേശിച്ചു. അവൻ വലിയൊരു നിദ്രയിലൂടെ കടന്നുപോയി. പ്രിയമുള്ളവരെ, അവൻ്റെ ബോധമനസ്സിൽ അവൻ്റെ ബലിവസ്തുവെ നഷ്ടപ്പെടുത്തുവാനായി കടന്നു വന്ന സകല കഴുകന്മാരെയും അവൻ ഓടിച്ചുവെങ്കിൽ അവൻ ഗാഢനിദ്രയിലാണ്ടപ്പോൾ ആ വസ്തുക്കളെ സംരക്ഷിച്ചത് ദൈവം തന്നെയാണ്. നിൻ്റെ കഴിവോ നിൻ്റെ അധ്വാനമോ കൂടാതെ തന്നെ ദൈവത്തിന് അവൻ്റെ വസ്തുവകകളെ സൂക്ഷിക്കാൻ ഒരു സംവിധാനമുണ്ട്. അബ്രഹാം ഗാഢനിദ്രയിലാണ്ടപ്പോൾ ഒരു കഴുകനും സ്പർശിക്കാൻ പറ്റാത്ത വിധം ബലിവസ്തുക്കളെ സൂക്ഷിക്കാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് സാധ്യമായിരുന്നു. ആ ബലിയിലൂടെ സംപ്രീതനായ ദൈവം അബ്രഹാമിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞു, അബ്രഹാം, നിൻ്റെ സന്തതികളിലേക്ക്, നിൻ്റെ സന്തതി പരമ്പരകൾക്ക് ഈ നാട് ഞാൻ സ്വന്തമായി നൽകും. അബ്രഹാമിന് 4ാമത്തെ അനുഗ്രഹം ദൈവം കൊടുക്കുകയാണ്. ദൈവം പറഞ്ഞു, അബ്രഹാം, ഞാൻ നിനക്ക് പരിചയമായി നിന്നോട് കൂടെയുണ്ടായിരിക്കും. മഹാപ്രതിഫലമായി ഞാൻ നിൻ്റെ തലമുറയോട് കൂടെയുണ്ടായിരിക്കും. നിനക്ക് ഞാൻ എണ്ണമറ്റ തലമുറകളെ അനുവദിക്കും. ഈ ദേശം നിനക്ക് ഞാൻ സ്വന്തമായി തരും. പ്രിയമുള്ളവരെ, അബ്രഹാം സ്വന്തമാക്കിയ ഈ അനുഗ്രഹങ്ങൾ
തിരുവചനത്തിലൂടെ അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് വിളിക്കപ്പെടുന്ന നാം ഓരോരുത്തരിലേക്കും പകരപ്പെടുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗാലാത്യർക്കുള്ള ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതികളാണ്, വാഗ്ദാനത്തിൻ്റെ അവകാശികളുമാണ്. അബ്രഹാം പ്രാപിച്ച ഈ അനുഗ്രഹം സകല മക്കളിലേക്കും വിശ്വാസികളിലേക്കും കടന്നു വരുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.ua@gmail.com